വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാവില്ല. തടസ്സങ്ങളെല്ലാം തന്നെ ഭഗവാൻ മാറ്റിക്കൊണ്ടുവരും. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം. ചില ആൾക്കാർക്ക് ജാതകവശാൽ വ്യാഴത്തിന്റെ ദോഷം ഉണ്ടാവും. അങ്ങനെ ദോഷം അനുഭവിക്കുന്നവർക്ക് ഈ വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്. ദോഷകാഠിന്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും. വ്യാഴദശ നിലവിൽ ഇല്ലാത്തവരും ഈ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴപ്രീതി ഉണ്ടായാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവും. വ്യാഴം പിഴച്ചാൽ സർവവും പിഴച്ചു എന്നാണല്ലോ പൊതുവെ പറയുന്നത്. ഒരു ജാതകത്തിലെ ഈശ്വരാധീനം നിർണയിക്കുന്നതില് വ്യാഴത്തിന്റെ ബലത്തിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. ഒരാളുടെ ജാതകത്തിലെ ഭാഗ്യം, ദൈവാധീനം, അനുഭവയോഗങ്ങള്, ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ മുതലായവയെല്ലാം വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാധീന കുറവ് അനുഭവപ്പെടും. വ്യാഴം ജാതകത്തിലെ 6, 8, 12 തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഒട്ടും നന്നല്ല.